ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 21 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഒരു കറക്ഷനാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് നിഫ്റ്റി 50 ഏകദേശം 3% കറക്റ്റായി. നിഫ്റ്റി 50യുടെ ഒരു മേജർ ഇൻഡിസസ് ആയിട്ടുള്ള റിലയൻസിൽ നിയർലി 3% അല്ലെങ്കിൽ 2.60% കറക്ഷനാണ് സംഭവിച്ചത്. നിഫ്റ്റി 50യിലുണ്ടായ ഫോളും അല്ലെങ്കിൽ അതിൽ റിലയൻസിലുണ്ടായ ഫോളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. കാരണം നിഫ്റ്റി 50യിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ കമ്പനികളും ബിയറിഷ് മൂഡിൽ തന്നെയായിരുന്നു. ഇനി റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഈ ന്യൂസ് റിലയൻസിനേക്കാൾ ഏറെ ബാധിക്കുക ഫ്യൂച്ചർ ഗ്രൂപ്പിനെ തന്നെയാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സറി മാർക്കറ്റിൽ എല്ലായിടത്തുമുണ്ട്. അതായത് ഈ ഡീൽ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഡീൽ വളരെയധികം കോൺട്രവേഴ്സറി ഡീലായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനുള്ള പ്രധാന കാരണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അക്വയർ ചെയ്തത് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. സാധാരണ കമ്പനികൾ സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നത് പോലെയല്ല റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അക്വയർ ചെയ്തത്. അതായത് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ക്യാഷ് കൗ അല്ലെങ്കിൽ മെയിൻ ബിസിനസ് സെക്ടറായിട്ടുള്ള ബിഗ് ബസാർ പോലുള്ള റീറ്റെയിൽ വിങ് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്യൂച്ചർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയ ഒരു കമ്പനി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പുതിയ ഒരു ഫിം ഫോം ചെയ്യുകയും അതിനുശേഷം ഫ്യൂച്ചർ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കുകൾ റിലയൻസിന് ഹാൻഡ് ഓവർ ചെയ്യാനുമായിരുന്നു പ്ലാൻ ചെയ്തത്. ഇത് ഏകദേശം 24,000 കോടി രൂപയുടെ ഡീലായിരുന്നു. ഇനി ഈ ഡീലിനെതിരെ ആമസോൺ രംഗത്ത് വന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്ററാണ് ആമസോൺ. അതുകൂടാതെ ആമസോണിന് ആൾറെഡി ഫ്യൂച്ചർ ഗ്രൂപ്പുമായി ഒരു ഡീൽ ഉണ്ടായിരുന്നു. കാരണം ആമസോൺ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ ഏകദേശം 9% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന പ്രൊമോട്ടറായിട്ടുള്ള ഫ്യൂച്ചർ കൂപ്പൺസിൻ്റെ 49% സ്റ്റേക്കും ആമസോണിൻ്റെ കയ്യിലാണ്. ഈ സ്റ്റേക്ക് അക്വയർ ചെയ്ത സമയത്ത് തന്നെ ആമസോൺ ഫ്യൂച്ചർ ഗ്രൂപ്പുമായി ഒരു ഡീലിലും ഏർപ്പെട്ടിരുന്നു. അതായത് ആമസോൺ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ അവരുടെ ഫർദർ റീറ്റെയിലിൻ്റെ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ ആമസോണിനായിരിക്കും ആ സ്റ്റോക്ക് വാങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്നും, കൂടാതെ ഇതിനുള്ള ടൈം ഡ്യൂറേഷൻ 3 വർഷത്തിനുള്ളിൽ 10 വർഷം വരെ ആമസോണിന് ഇതിൽ എത്ര ശതമാനത്തോളം സ്റ്റേക്ക് അക്വയർ ചെയ്യാം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാം എന്നിങ്ങനെയുള്ള ആമസോണിന് ഫേവറായിട്ടുള്ള കുറച്ച് ക്ലോസുകൾ ആ ഡീലിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഡീലിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം ആമസോൺ ഈ ഡീലിനെ ഒപ്പോസ് ചെയ്തു. അവരാദ്യം ചെയ്തത് സിംഗപ്പൂർ ആർബിട്രേഷൻ കോർട്ടിൽ ഈ ഡീലിന് എഗനിസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത്. സിംഗപ്പൂർ ആർബിട്രേഷൻ കോർട്ട് ആമസോണിന് ഫേവർ ആയിട്ടുള്ള ഒരു വിധിയാണ് തന്നത്. അതായത് റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഡീൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സിംഗപ്പൂർ ആർബിട്രേഷൻ കോർട്ട് ഓർഡർ ചെയ്തു. അതിനുശേഷം ആമസോൺ രണ്ടാമത് ചെയ്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് റെഗുലേറ്റിംഗ് ഏജൻസികളായിട്ടുള്ള സെബി, NSE, BSE പോലുള്ള ഓർഗനൈസേഷൻസിനെ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത്. ത്രൂ റൈറ്റിംഗ്, അതായത് ലെറ്റർ വഴി അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഇമേജിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതിനെതിരായിട്ട് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. അതായത് ആമസോൺ ഫ്യൂച്ചർ റിലയൻസ് ഡീലിനെതിരെ മാർക്കറ്റ് റെഗുലേറ്റിംഗ് ഏജൻസികളെ സമീപിക്കുന്നതിൽ നിന്നും ആമസോണിനെ വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയുടെ റിസൾട്ടാണ് അല്ലെങ്കിൽ ആ ഹർജിക്ക് മുകളിലുള്ള വിധിയാണ് ഇപ്പോൾ വന്നത്. ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഈ ഡീൽ, അതായത് റിലയൻസിൻ്റെയും ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെയും ഡീൽ അത് ലോ അനുസരിച്ച് തന്നെയാണ് നടന്നത്. പക്ഷേ ആമസോണിനെ മാർക്കറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയെ അപ്രോച്ച് ചെയ്യുന്നതിൽ നിന്നും വിലക്കാനാകില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് വന്നത്. ഇതിനർത്ഥം ആമസോൺ വീണ്ടും ഈ ഡീലിനെതിരായിട്ട് പോകും. ഇത് ഈ ഡീലിനെ ഫർദർ അല്ലെങ്കിൽ ഇനിയും ഡിലേ ആക്കും എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഇൻഡിക്കേഷനാണ് തന്നത്. ഇനി നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡീലിനെതിരെ സുപ്രീം കോർട്ടിലെ തന്നെ വളരെ സീനിയർ അഡ്വക്കേറ്റഡ് ആയിട്ടുള്ള HP റെനിന എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് ഈ ഗ്രൂപ്പിനെതിരെ അല്ലെങ്കിൽ ഈ ഡീലിനെ കുറിച്ചുള്ള ഒരു കമൻട്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കമൻട്രി വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും. 2021 വരെ റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഡീലിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട റീസണായിട്ട് അദ്ദേഹം പറയുന്നത്, ഒന്ന്, ഇപ്പോൾ ആമസോണിന് മുകളിൽ
ഡൽഹി ഹൈക്കോർട്ടിൻ്റെ വിധി വന്നതിന് ശേഷം ആമസോൺ ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ട്. ആമസോൺ വിവിധ മാർക്കറ്റ് റെഗുലേറ്റിംഗ് ഏജൻസികളെ അപ്രോച്ച് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് റെഗുലേറ്റിംഗ് ഏജൻസികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വെർഡിക്റ്റ് പുറപ്പെടുവിക്കേണ്ടി വരും. ഈ വെർഡിക്റ്റിന് ഈ രണ്ട് കമ്പനികളും സുപ്രീം കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യും. അതുകൊണ്ട് സുപ്രീം കോർട്ടിൻ്റെ നോർമൽ കോർട്ട് ആക്ഷനും അതുപോലെ തന്നെ ഈ കമ്പനികളുടെ, അതായത് മാർക്കറ്റ് റെഗുലേറ്റിംഗ് കമ്പനികളുടെ വെർഡിക്റ്റും ഒക്കെ വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഏകദേശം 2021 അല്ലെങ്കിൽ 2022 വരെ ഈ ഫ്യൂച്ചർ റിലയൻസ് ഡീലിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഒപ്പീനിയനാണ് സുപ്രീം കോർട്ടിലെ സീനിയർ അഡ്വക്കേറ്റിൻ്റെ സൈഡിൽ നിന്നും വന്നിട്ടുള്ളത്. അതായത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റിലയൻസിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി ഈ ന്യൂസ് റിലയൻസിനെ അത്രയ്ക്ക് വലിയ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് റിലയൻസ്. അതുപോലെ തന്നെ റിറ്റെയിൽ സെക്ടറിലെയും ഏറ്റവും വലിയ കമ്പനിയാണ് റിലയൻസ്. റിലയൻസിന് ഫ്യൂച്ചർ ഗ്രൂപ്പുമായുള്ള ഡീൽ നടക്കുകയാണെങ്കിൽ റിലയൻസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആകും അല്ലെങ്കിൽ റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പും റിലയൻസിൻ്റെ കേപ്പബിലിറ്റീസും വർദ്ധിക്കും എന്നുള്ളതാണ് റിലയൻസിനുള്ള പ്ലസ് പോയിന്റ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ ആയിരിക്കും. കാരണം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൾറെഡി കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഫ്യൂച്ചർ ഗ്രൂപ്പ് ആമസോണിനുമായിട്ടുള്ള ഡീൽ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു കുറുക്ക് വഴിയിലൂടെ റിലയൻസുമായുള്ള ഒരു ഡീലിൽ എത്തിയതിൻ്റെ പിന്നിലെ റീസൺ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ മുകളിലുള്ള ഇത്രയും വലിയ കടം തന്നെയാണ്. ഈ കടം, അതായത് ഈ ഡീൽ ഫർദർ താമസിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ ഇത് ഏറ്റവും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾക്ക് റിലയൻസിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കാം. റിലയൻസിൻ്റെ ചാർട്ട് പാറ്റേണിൽ നിന്നും എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് കാണാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾക്ക് റിലയൻസിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേണിൽ എന്താണ് ഇൻഡിക്കേഷൻ തരുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ഈ സ്റ്റോക്ക് ഇപ്പോൾ 2000 രൂപ, നിയർലി 1980 അല്ലെങ്കിൽ 2000 രൂപ റേഞ്ചിലായിരുന്നു ഈ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ നെഗറ്റീവ് ന്യൂസും അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ വളരെ വലിയ ഒരു കറക്ഷൻ വന്നതിന് ശേഷം സ്റ്റോക്കിൽ വളരെ വലിയ ഒരു സെല്ലിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇനി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ ക്യാൻഡിൽ പാറ്റേണിൽ നിന്ന് മനസ്സിലാകുന്നത്, സ്റ്റോക്കിൻ്റെ 1850 രൂപ അല്ലെങ്കിൽ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഈ സ്റ്റോക്കിന് വളരെ വലിയ ഒരു ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ആൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ നവംബർ മാസത്തിലും ഈ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ എത്തിയിരുന്നു, അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബിഗ് മൊറബസു ബിയറിഷ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തത്. അതിനുശേഷം 1850 റീജിയനിൽ റിലയൻസിൽ വളരെ വലിയ ഒരു ബൈയിങ് ആണ് നടന്നത്. ഇത് ഈ സ്റ്റോക്കിനെ 2100 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് 1850 വന്നപ്പോൾ മാർക്കറ്റിൽ ഒരു ഹെവി ബൈയിങ് ആണ് നടന്നത്. കൂടാതെ ഡെലിവറി പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 28% സ്റ്റോക്ക് ഡെലിവറി പെർസെൻറ്റേജിൽ ആളുകൾ എടുത്തു കഴിഞ്ഞു. ഇതിനർത്ഥം 1850 അല്ലെങ്കിൽ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ ഡിമാൻഡ് സോൺ തന്നെയാണ്. ഈ കാര്യം ഞാൻ എൻ്റെ പഴയ പല വീഡിയോകളിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളുടെ സ്ട്രാറ്റജി തന്നെ ഇതായിരുന്നു. 1850 അല്ലെങ്കിൽ 1800 എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ ഒരു എവർ ഡിമാൻഡ് സോണാണ്. ഈ സോണിൽ നിന്നും നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി ഇന്നലെ ആ സ്റ്റോക്കിൽ 1850 രൂപ റേഞ്ചിൽ ബൈ ചെയ്തവർക്ക് 5% ഗെയിൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടിക്കാണും. ഇനി ക്യാൻഡിൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 1850 എന്ന് പറയുന്ന ലെവലിനെ റിലയൻസ് ഇൻഡസ്ട്രീസ് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് മാർക്കറ്റിൽ COVID-19 എഗനിസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് വളരെ വർഷമായിട്ട് റിയാക്ട് ചെയ്യുകയൊക്കെയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും ഇതേ ലെവലിലേക്ക് വരാം. 1850 രൂപ അല്ലെങ്കിൽ 1800 രൂപ റേഞ്ചിൽ റിലയൻസിൽ ഒരു വാല്യുവേഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. ഈ ലെവലിന് താഴേക്ക് പോകാനുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഈ ലെവലിൽ നിന്നും താഴേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ കുറവാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.